ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ. പിന്നെ എന്ന് വെച്ചാൽ ഒരു വിശേഷം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻസിൽ ചോദിച്ച കാര്യങ്ങൾക്കും കൂടി എന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ ഒന്ന് ഓൾ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. രാവിലെ ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിൽ ഞാൻ കിച്ചണിലോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇന്നങ്ങനെ കൂടുതലായിട്ട് കിച്ചണിൽ രാവിലെ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. കിച്ചണിലേക്കുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഞാൻ രാത്രിയിൽ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ പുറത്ത് സിറ്റ് ഔട്ട് ഒന്ന് ക്ലീൻ ആക്കിയിടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് മുറ്റവും അടിച്ചു വരാനുണ്ട്. അപ്പോൾ അതും കൂടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് വേഗം തന്നെ പുറത്ത് വന്നതാണ് കേട്ടോ. പിന്നെ വെച്ചാൽ രാവിലെ ഞാൻ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം വേഗം തന്നെ ഞാനൊന്ന് സിറ്റ് ഔട്ടിൽ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ റെഡിയാക്കലാണ്. അപ്പോൾ ആ ഒരു കാര്യം ആദ്യം തന്നെ ഞാൻ ചെയ്യും. അപ്പോൾ എപ്പോഴും സിറ്റ് ഔട്ട് നല്ല നീറ്റായിട്ട് തന്നെ വെക്കും കേട്ടോ. ആരെങ്കിലും പെട്ടെന്ന് വന്നാൽ ആദ്യം കാണുന്നത് നമ്മുടെ സിറ്റ് ഔട്ടല്ലേ. അങ്ങനെ ഞാൻ വേഗം സിറ്റ് ഔട്ട് പെട്ടെന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയിടും കേട്ടോ. അപ്പോൾ നല്ല പോലെ പൊടിയൊക്കെ ഉണ്ടാവും. പിന്നെ രാത്രിയിൽ പൂച്ചയും അതൊക്കെ എന്താ പറയുക ഈ സിറ്റ് ഔട്ടിൽ കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ രോമങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് സിറ്റ് ഔട്ട് ഇങ്ങനെ അടിച്ചു വാരും കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് മുറ്റവും കൂടി അടിച്ചു വാരാനുണ്ട്. അപ്പോൾ വേഗം തന്നെ ഞാനൊന്ന് അടിച്ചു വാരലാണ്. അപ്പം തുടക്കുന്നത് പിന്നെയാണ് മൊത്തത്തിൽ അകം തുടക്കുമ്പം ഒന്നിച്ചിട്ടാണ് തുടച്ചെടുക്കാറ്. അപ്പോൾ വേഗം അടിച്ചു വാരി നീറ്റാക്കിയിട്ടിടും കേട്ടോ. അപ്പോൾ മൊത്തത്തിലൊന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുറ്റം അടിച്ചു വാരണം. അപ്പോൾ കൂടുതലായിട്ടൊന്നുമില്ല മുറ്റത്ത്. പിന്നെ കുറച്ച് എന്താ പറയുക കുട്ടികളിങ്ങനെ കടലാസൊക്കെ കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് അടിച്ചു വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ചെറുപ്പവും കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു കുട്ടികൾ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ റാക്കിൽ. അതല്ല നമ്മൾ എന്താ പറയുക മുറ്റത്ത് രാവിലെ കുറേ ചെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്ത് മാറ്റി നീറ്റാക്കിയിട്ട് വെക്കുമ്പോൾ തന്നെ നമ്മുടെ മുറ്റം നല്ല നീറ്റായിട്ടിരിക്കുന്നുണ്ട്. പിന്നെ വേഗം തന്നെ അടിച്ചു വാരലാണ്. അപ്പോൾ എന്താ പറയുക വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെയിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തണൽ ഭാഗമായിട്ട് ഫ്രണ്ടിലായിട്ടൊന്നുമില്ല. അപ്പോൾ വെയിൽ നല്ല പോലെ ഫ്രണ്ടിലേക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. വെയിലിന് മുമ്പ് തന്നെ അടിച്ചു വാരണമെന്ന് വെച്ചിട്ടാണ് ഞാൻ വേഗം പുറത്തിറങ്ങിയത്. അപ്പോൾ മൊത്തത്തിലൊന്ന് അടിച്ചു വാരിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ കോരിയെടുക്കാം. അപ്പോൾ കുറേ മിഠായിയുടെ കവറും അങ്ങനത്തെ ഒക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വേഗം കിച്ചണിലോട്ടേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ രാത്രിയിൽ ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ രാത്രിയിൽ ഇങ്ങനെ റെഡിയാക്കി വെച്ചാൽ രാവിലേക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഇതിൽ തന്നെ ഞാൻ ഗ്രേവിയും അതുപോലെ തന്നെ ഫ്രൈയും ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെയൊന്നൊന്ന് കാണാം. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, റെസിപ്പീസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുള്ള് റെസിപ്പി അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഫാസ്റ്റ് കുക്ക് ആൻഡ് വ്ലോഗ് യൂട്യൂബ് ചാനലിൽ പോയിട്ട് വീഡിയോ കാണാം കേട്ടോ. ഫാസ്റ്റ് കുക്ക് ആൻഡ് വ്ലോഗ് ഗ്രീൻ ചിക്കൻ ഫ്രൈന്നോ ഗ്രീൻ ചിക്കൻ കറിന്നോ എന്നൊക്കെ അടിച്ചു കൊടുത്താൽ കിട്ടും കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒപ്പമായിട്ട് ഞാൻ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പൊടിയൊക്കെ കുഴച്ച് എടുത്ത പത്തിരിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേവിയും ഫ്രൈയും ഒരേ ഇതിൽ നിന്നും കിട്ടുന്നതെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഫ്രൈ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ പാനിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ബാക്കിയുള്ള ഗ്രേവി നമ്മൾ കറിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഞാനിപ്പോൾ ഫ്രൈ മാത്രം എടുത്ത് പത്തിരി കഴിക്കലാന്നിട്ട് അപ്പോൾ മക്കൾക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂട്ടി കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. പിന്നെ മൊത്തത്തിൽ മക്കൾക്കും കൊടുത്തു, ഞാനും കഴിച്ചു. അങ്ങനെ പിന്നെ കുറച്ച് കുട്ടികളുടെ ടിഫിനിലൊക്കെ ഇടാനുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെയെന്ന് വെച്ചാൽ ഈ ഒരു ബോട്ടിൽ എവിടെ നിന്ന് വാങ്ങിച്ചതാണെന്ന് കുറേ പേര് കമൻറ്റ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണ് പിന്നെയും ചോദിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങിച്ചത് ഞാൻ IK എന്നാണ്, IK പ്രൊഡക്റ്റാണിത്. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആമസോണിലും അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പാത്രം കഴുകാനുണ്ടായിരുന്നപ്പോൾ ലിക്വിഡൊക്കെ ഒന്ന് നിറച്ച് വെക്കലാണ്. ആമസോണിൽ നിന്ന് വാങ്ങിച്ച കുറേ സാധനങ്ങളുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഇനി വേഗം മക്കളെ ടിഫിനിലൊക്കെ ആക്കിയതിന് ശേഷം സ്കൂളിലേക്ക് വിട്ടിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എന്നും ടിഫിനൊന്നും കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ അവരുടെ സ്കൂളിൽ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ വേണമെങ്കിൽ അവിടെ നിന്ന് കഴിക്കും, ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊണ്ടുപോകും, അങ്ങനെയാണ്. അപ്പോൾ ബാക്കി പേര് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ ഇത് ചെറിയ മോൾക്ക് മാത്രമായിട്ട് ഇന്ന് ടിഫിന് കൊടുക്കലാണ് കേട്ടോ. പിന്നെ ടിഫിൻ്റെ കാര്യമെന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ടിഫിൻ എവിടെ നിന്ന് വാങ്ങിച്ചു അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് ഞാൻ മീഷോന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. മീഷോന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ 2 എണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ മക്കളൊക്കെ അയച്ചതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് ക്ലീനാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല മഴക്കാറ് പിടിച്ചിട്ടുണ്ട് പുറത്ത്. അപ്പോൾ നല്ല വെയിലായിരുന്നു കുറച്ച് മുമ്പ്. അപ്പോൾ ഇപ്പോൾ നല്ല മഴ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മഴയും പെയ്തു. അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ പെയ്തത്. അപ്പുറത്തുനിന്ന് നല്ലപോലെ ചെളിയും വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു, നല്ല ഇടിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വീട്ടിലേക്ക് മഴ നോക്കിയിരുന്നാൽ അവിടെ തന്നെ ബാക്കിയാവുമെന്ന് വെച്ച് ഞാൻ വേഗം പോയി അകത്തുള്ള പണികളൊക്കെ തീർക്കലാണ് കേട്ടോ. മഴ പെയ്യുന്നത് നോക്കി നിൽക്കാൻ നല്ല രസമാണ്. അപ്പോൾ നോക്കി നിന്നാൽ ഞങ്ങളുടെ പണിയും നടക്കില്ല. അപ്പോൾ ഞാൻ വേഗം അകത്ത് പോയിട്ടോ. പിന്നെ പണിയൊക്കെ കഴിഞ്ഞ് ഒരു ജ്യൂസും കൂടി കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന്